ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ ജിസേൽ തക്രാൽ, നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരി, പാതി മലയാളി, അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 9 കുറച്ച് ദിവസങ്ങളൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്ക് വന്നു. പ്രത്യേകിച്ചൊന്നുമല്ലായിരുന്നു, പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലായിരുന്നു, അധികം സംസാരിക്കുന്നില്ലായിരുന്നു വന്നതിന് ശേഷം. കാരണം ആ ഒരു ലാംഗ്വേജ് പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞൊന്ന് ഒതുങ്ങിക്കൂടെ നിന്നതാണ്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഇപ്പം പുള്ളിക്കാരത്തിയെ പ്രേക്ഷകർ മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് മൊത്തം ഒന്ന് ആക്റ്റീവായി. പുള്ളിക്കാരത്തി മൊത്തത്തിൽ ഹൗസിൽ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാനും ഒച്ചയെടുത്ത് സംസാരിക്കാനും എല്ലാം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ അപ്പാനി ശരത്തും ഗ്യാങ്ങും. അതായത് പുതിയ രാജാക്കന്മാർ അല്ലെങ്കിൽ രായാക്കന്മാരാകാൻ ശ്രമിക്കുന്ന അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ, ആര്യൻ, അതുപോലെ നമ്മുടെ അഭിശ്രീ, ഇവരൊക്കെ ചേർന്ന് ചില പ്രാങ്കുകളും കാര്യങ്ങളും ഒക്കെ നടത്തി പ്രൊവോക്ക് ചെയ്ത് സംസാരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇന്നലെ ലൈവിൽ നടത്തിയതായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനുശേഷം അത് പ്രാങ്ക് ആണോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ഗെയിമിലേക്ക് ഇറക്കിക്കാനാണോ, ഇവര് ഭയങ്കര പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രാങ്കോട് കൂടി പുറത്തേക്ക് ഓപ്പൺ അപ്പ് ആകുകയും അത്യാവശ്യം സൗണ്ടിൽ സംസാരിക്കുകയും ഇവരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ജിസയിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റ്സുകളും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫാൻസുമാണ് ജിസേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഒന്നുമല്ലാതെ കിടന്നിരുന്ന ജിസേലിനെ പനിയും സംഘവും ചേർന്ന് മുൻനിരയിലേക്ക് എത്തിച്ചു എന്ന രീതിയിലേക്ക് ആക്കി. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4 കണ്ടസ്റ്റൻസിനെ ഇവര് സെലക്ട് ചെയ്ത് നമ്മുടെ പടിപ്പുര ടാസ്കിൽ പുറത്താക്കി. ഇപ്പം പുറത്താണല്ലോ അവര്. അപ്പം അതിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവര് ഡിസ്റ്റർബ് ചെയ്യാൻ വരികയും നമ്മുടെ ഷാനവാസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരികയും അപ്പാനിശരത്തിനെതിരെയൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് സംസാരിക്കുകയും നമ്മുടെ അക്ബർ ഖാനെതിരെയും അപ്പാനിശരത്തിനെതിരെയും നല്ല ഒച്ചയിൽ സംസാരിക്കാനും അവർ പറയുന്നതിനൊക്കെ എതിർത്ത് നിന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ആള് മൊത്തത്തിൽ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ടാസ്കിലും അത്യാവശ്യം ആക്റ്റീവ്നെസ് കാണിക്കാനുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഓപ്പൺ അപ്പ് ആയി സംസാരിക്കുന്നുണ്ട്. അറിയാവുന്ന ലാംഗ്വേജിൽ തന്നെ തെറ്റാണെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മിക്കവാറും ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് മുന്നിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മികച്ച രീതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ 2 ദിവസങ്ങൾ കൊണ്ടുള്ള വിലയിരുത്തൽ മാത്രമാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ ജിസേലിന് എത്താൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു പ്രേക്ഷക പിന്തുണയും വരുന്നുണ്ട്. എനിവേസ് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ടാസ്കുകളിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും. ഇപ്പം ബിഗ് ബോസ് നിലവിൽ കൊടുത്തിരിക്കുന്ന രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാത്ത ഈ ഒരു പുറത്ത് ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു പരിപാടി എത്രത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മൾ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം.